ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇംഗ്ലണ്ടിൽ ഭയങ്കരമായ കലാപങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് റൈറ്റ് വിങ് പ്രൊട്ടസ്റ്റ് നൂറോളം ഇടങ്ങളിലായിട്ട് നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ അവരാരും തെരുവിലിറങ്ങിയില്ല, കലാപങ്ങൾ നടത്തിയില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. 6000-ഓളം വരുന്ന പോലീസുകാരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻറ്റി റേസിസം ഈ പിന്നെ റൈറ്റ് വിങ്ങിനെതിരായിട്ടുള്ള റാലി സംഘടിപ്പിച്ച് ധാരാളം ആൾക്കാർ തെരുവിലിറങ്ങി. അത് ആൻറ്റി റേസിസത്തിന് വേണ്ടിയിട്ട്, അതായത് റേസിസത്തിനെതിരായിട്ടുള്ള റാലി. ആ റാലിക്ക് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയത്. അപ്പോൾ അവർ ആൾക്കാരെ റേസിസത്തിന് എതിരായിട്ട് ഇങ്ങനെയുള്ള ഇംഗ്ലണ്ടിലെ തെരുവുകളിൽ റേസിസത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും കൂടെ ആയിരിക്കണം ഇന്നലെ ഒന്നും അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവരാരും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ തൽക്കാലത്തേക്ക് ഒരു സമാധാനം പുനഃസ്ഥാപിച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇനിയും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ തൽക്കാലം അതിനൊക്കെ ഒരു വിരാമം വന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 400ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ മെയിനായിട്ടുള്ള ആൾക്കാരെ 2 പേരെ ഇപ്പം ശിക്ഷ വിധിച്ചു. 32 മാസത്തേക്ക് അവർക്ക് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവരതിനുള്ള തീരുമാനം ഉണ്ടാക്കുകയും നടപടികളെടുത്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഗവൺമെൻറ് വളരെ എഫിഷ്യൻ്റായിട്ട് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അക്രമ സംഭവങ്ങളെയൊക്കെ. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറും ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ആക്രമണ സംഭവങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടിൽ അനുവദിക്കില്ല. ഇംഗ്ലണ്ടിലെ തെരുവുകളിലേക്ക് ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. റേസിസവും അതായത് സമ്മതിക്കില്ല. മൈനോരിറ്റിക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഇക്വാളിറ്റി ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറൊക്കെ പറഞ്ഞിരിക്കുന്നത്. മൈനോരിറ്റി കമ്മ്യൂണിറ്റിയെയും പല രീതിയിലുള്ള ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ അവർ സംരക്ഷിക്കുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ട് അവരുടെ ക്രിമിനൽ റെക്കോർഡ് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ വളരെ ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ക്രിമിനൽ റെക്കോർഡ് പേര് വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് എവിടെ ചെന്നാലും ജോലിക്ക് അവരെടുക്കില്ല. എപ്പോഴും പോലീസ് ക്ലിയറൻസ് നോക്കിയിട്ട് മാത്രമേ ഓരോരുത്തരും ഒരു ജോലിക്ക് എവിടെയാണെങ്കിലും അവരെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ റെക്കോർഡ് പേര് വന്നവർക്ക് ജോലിക്ക് കയറാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ അങ്ങനെ അവരുടെ ഭാവി തന്നെ ഇരുളടഞ്ഞതായി പോകും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകാതെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ നമ്മളത് വലിയ പ്രോബ്ലം ആക്കാതെ ക്രിമിനൽ റെക്കോർഡ് വരുന്ന രീതിയിലേക്ക് പോകാതെ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും തൽക്കാലത്തേക്ക് ഇംഗ്ലണ്ട് ഒരു ശാന്തമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ശാന്തതയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് അത് വഴിയെ കണ്ടറിയണം. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവർ അടിയന്തരമായിട്ട് ഒരു കോബ്ര മീറ്റിംഗ് കൂടെ നടത്തും, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താനും ഡിസിഷൻ എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഗവൺമെൻറ് വളരെ അടിയന്തരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ റേസിസത്തിന് സ്ഥാനമില്ല. ഇവിടെ റേസിസം വെച്ച് വെറുപ്പിക്കുകയല്ലെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്കും പല മതത്തിലും ജാതിയിലും എല്ലാം സമൂഹത്തിലും പെട്ടവർക്കൊക്കെ സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യാതൊരു കാരണവശാലും ജനങ്ങൾ പേടിയുടെ നിഴലിൽ കഴിയാൻ ഇടവരരുത്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അവർ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നേഴ്സസിന് വരെ പേടിച്ചിട്ട് ജോലിക്ക് പോകാനും തിരിച്ചു പോകാനും ഒക്കെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. എല്ലാവർക്കും ഒരു പേടിയാണ്. ഭൂരിഭാഗം നേഴ്സസും ഈ ഇമിഗ്രൻസ് ആണല്ലോ. ധാരാളം പേരുണ്ട് ഇവിടെ ഇമിഗ്രൻസ്, പല കൺട്രീസിൽ നിന്ന് വന്നേക്കുന്നവരുണ്ട്.
അപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. അവർക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഒരു അലാം സെൻസർ ഇന്നലെ തന്നെ പ്രൊവൈഡ് ചെയ്തു. എന്തെങ്കിലും അറ്റാക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അന്നേരം തന്നെ പോലീസിനെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അലാം സെൻസറോ അങ്ങനെ അലേർട്ട് സിസ്റ്റം എന്തോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നല്ലൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇമിഗ്രൻസിനെയും ഇവിടെ ലീഗലായിട്ട് വന്നിരിക്കുന്ന എല്ലാ ഇമിഗ്രൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിൽ അവരെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അധികം താമസിയാതെ വരാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം. കാരണം ഇത് ഇനിയും ചിലപ്പോൾ അവർ കുറച്ച് ദിവസങ്ങളിലൂടെ നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ അവർ ഇനിയും എന്തെങ്കിലും കലാപങ്ങൾക്ക് തയ്യാറെടുക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാവരും പൂർണ്ണമായി കെട്ടടങ്ങിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പോൾ ഒരാശ്വാസം ഉണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കി അതനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനേ എല്ലാവർക്കും പറ്റത്തുള്ളൂ. ഇപ്പോൾ കുഴപ്പങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. UK നടന്ന ആക്രമണങ്ങളോടനുബന്ധിച്ച് 400-ൽ പരം ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേക കോടതി നിർമ്മിച്ച് അവർക്ക് വേണ്ടുന്ന അവരുടെ കേസൊക്കെ എത്രയും പെട്ടെന്ന് തീർപ്പാകുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിലോട്ടാണേലും ഇതിനെക്കുറിച്ചുള്ള ഭയങ്കരമായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ അധികം പേടിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ. കൂടുതലായിട്ടുള്ള അക്രമ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് സമാധാനമായിട്ടിരിക്കുക. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടത്തിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി CCTV ക്യാമറകളും പോലീസ് ക്യാമറകളും ഒക്കെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടെ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ട പലരും ഒളിവിലാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഒളിവിലൊക്കെ പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അധികം അക്രമങ്ങൾ നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK ഇത്ര വലിയൊരു അക്രമ സംഭവം പ്രൊട്ടസ്റ്റ് സംഭവം നടക്കുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ വലിയ രീതിയിലുള്ള ഇമിഗ്രേഷനും അതുപോലെ തന്നെ ഈ കൂടുതൽ ഇമിഗ്രൻസ് വന്നതനുസരിച്ച് UK ക്രൈം റേറ്റ് കൂടുകയും കൂടുതൽ ക്രൈം ഉണ്ടാകുന്നത് ഇമിഗ്രൻസ് ആയിട്ടുള്ളവരുടെ ആൾക്കാരുടെ ഇടയിൽ നിന്നുമാണെന്നുള്ള റിപ്പോർട്ടാണ്. അതിനാലാണ് കൂടുതലായിട്ടും ഇവിടെ ഇങ്ങനെയൊരു കൂടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു മനോഭാവം ആൾക്കാർ വളർന്നു വന്നതെന്നുള്ളതാണ് കണക്കൂട്ടുന്നത്. ഇമിഗ്രേഷനെതിരായിട്ടുള്ള മനോഭാവമുള്ള കുറേ ആൾക്കാർ കുറേ നാളായിട്ട് UK ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് അവർ കൂടുതൽ ശക്തിപ്പെടുകയും അവരുടെ അഭിപ്രായത്തിൽ UK കൾച്ചറിന് ഒത്തിരി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇമിഗ്രൻസ് എന്നുള്ള ഒരു ധാരണയിലാണ്. അങ്ങനെ അവരുടെ ഇംഗ്ലീഷ് കൾച്ചർ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തീവ്ര നിലപാടുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവർ വളരെയധികം ശക്തിപ്പെട്ടു. ഇനിയും അവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് അവർ വന്നു. അങ്ങനെയാണ് ആ സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് അക്രമ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത്. അതായത് സൗത്ത് പോർട്ടിലുണ്ടായ 3 കുട്ടികൾ നൈഫ് ആക്രമണത്തിന് ഇരയാകുകയും മരണപ്പെടുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് അവർ തെരുവിലിറങ്ങുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. കൂടുതൽ ഇമിഗ്രൻസ് വന്നതോടെ ഇവിടെ ഒത്തിരി കൾച്ചറൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ രീതി അനുസരിച്ച് ഇംഗ്ലീഷുകാർ നല്ല രീതിയിലുള്ള അച്ചടക്കത്തോടെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും എല്ലാവർക്കും ഇക്വാളിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള നിയമം അനുസരിച്ച് എല്ലാവർക്കും ഒരു പ്രാധാന്യം കൊടുക്കുകയും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ
ഇവിടുത്തെ മതപരമായ ആചാരങ്ങളൊക്കെ അവനവൻ്റെ ചർച്ചിനുള്ളിൽ ആരാധനാലയങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കണമെന്നുള്ള അഭിപ്രായമാണ്. ഇവർക്ക് വെളിയിലോട്ടിറങ്ങി ശബ്ദ കോലാഹലം ഉണ്ടാക്കുകയും അവരുടെ സമൂഹത്തെ, അവരുടെ കമ്മ്യൂണിറ്റി ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി അവർക്ക് താല്പര്യമില്ല. ഇതൊക്കെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ അസ്വസ്ഥരാണ്. അതാണ് ഇമിഗ്രൻസ് ആണ് ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവിലാണ് കുറേ അധികം ആൾക്കാർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ ചെറുപ്പം തന്നെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുക തന്നെ പൊളൈറ്റായിട്ട് എങ്ങനെ പെരുമാറണം, താങ്ക് യു പറയുക, ഏത് കാര്യങ്ങളെങ്കിലും ചെയ്യുക താങ്ക് യു, സോറി, എക്സ്ക്യൂസ് മീ ഒക്കെ പറഞ്ഞ് നമ്മൾ നല്ല പൊളൈറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറണം. നമ്മുടെ രാജ്യത്ത് നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കുറേ നാളത്തേക്കെങ്കിലും ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ മറന്നു പോകുമോ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ അതൊക്കെ അവർ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു മനോഭാവമാണ് ഉള്ളതെന്നുള്ള ഒരു ഇമ്പ്രഷൻ ഇവിടുത്തെ ആൾക്കാർക്ക് വരും. അത് കാരണം അതിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പൊളൈറ്റായിട്ടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ഇപ്പം പൊതുസ്ഥലങ്ങളിലുള്ള പെരുമാറ്റം ഒക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ബസ്സിൽ കയറാൻ ക്യൂ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ മിന്നൽ ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവമൊന്നും ആ രീതി ഇവിടെയില്ല. അവിടെ എല്ലാവരും ആദ്യം വരുന്നവരാദ്യം എന്ന രീതിയിൽ അവർക്ക് പ്രിഫറൻസ് കൊടുത്താണ് ക്യൂ നിന്നാണ് എല്ലാവരും ഒരു ബസ്സിലാണെങ്കിൽ പോലും കയറി പോകുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് ഇപ്പോൾ കൂടുതൽ ഇമിഗ്രൻസ് ആയപ്പോഴത്തേനും ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പലരും, നമ്മുടെ നാട്ടിൽ നിന്നല്ല മറ്റ് കൺട്രികളിൽ നിന്നൊക്കെ വന്നവർ പലരും 100% റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തതും അതെല്ലാം ഇവർക്കൊക്കെ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഇമിഗ്രൻസ് അവരെ കുറേയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തതായിട്ട് അവർക്ക് തോന്നി. അവർക്ക് ഒരു ശല്യമായി തീരുന്നത് പോലെ, അല്ലെ അവരുടെ കൾച്ചർ എല്ലാം മാറി അവരുടെ കൾച്ചറിന് എല്ലാം മാറിപ്പോകുന്ന റിസ്കിലേക്ക് വരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള കൂടുതലായിട്ടുള്ള എതിർപ്പ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ കിട്ടുന്ന അറിവ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ തയ്യാറെടുക്കുന്നവരൊക്കെ ഇവിടുത്തെ കൾച്ചറിനെക്കുറിച്ചും പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ്സും കൂടെ IELTS പഠിക്കുന്നതിനോടൊപ്പം അല്ലെ OET പഠിക്കുന്നതിനോടൊപ്പം അങ്ങനെയുള്ള ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുന്നിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് തീരെ അറിവ് കുറവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം അവിടെ നാട്ടിൽ പഠിപ്പിക്കുന്നുമില്ല. അക്രമവും ഒന്ന് പറഞ്ഞാൽ ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ രണ്ടങ്ങോട്ട് പറയുന്ന ഒരു രീതിയൊക്കെയാണല്ലോ. അക്രമവും പൊതുസ്ഥലത്ത് തുപ്പുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ എല്ലാവരും പൊതുസ്ഥലത്ത് നടു റോട്ടിലൊന്നും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അറപ്പായിട്ട് നടക്കാൻ മേലല്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. ആരും പൊതുസ്ഥലത്ത് തുപ്പുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല വൃത്തി, ക്ലീൻലിനെസ് ഇവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമ്പോൾ അതൊക്കെ ഇവർ അരോചകം ഉണ്ടാക്കുക, അവർ ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഇമിഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയോടൊരു ഒരു കുടിയേറ്റക്കാരോടുള്ള ഒരു വിരോധത്തിലേക്ക് അവസാനിക്കും. സ്കൂളുകളിൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തോട് ഒപ്പം തന്നെ ഇങ്ങനെയുള്ള എങ്ങനെ പെരുമാറണമെന്നുള്ള പെരുമാറ്റ രീതി കൂടെ പഠിപ്പിക്കണം. ഒരാളൊരു തെറ്റ് ചെയ്താൽ ഒരു സോറി, തെറ്റ് ചെയ്താലല്ല. നമുക്ക് ഇവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു ഒരാളെ ഒരു വഴിക്കൊരു നടന്നു പോകുമ്പോൾ ഒരു തടസ്സം നമ്മൾ വന്നെന്ന് തോന്നിയപ്പോൾ നമ്മൾ സോറി പറയും. അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യാൻ താങ്ക് യു പറയും, എക്സ്ക്യൂസ് മീ പറയും, എല്ലാം പറയും. അങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര റൂഡായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ കണ്ടുപഠിക്കാനൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ട് പോയി നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതായിരിക്കും വളരെ നല്ലത്. ഇവിടെ നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ അവരെന്താണ് പഠിച്ചിട്ട് പോകുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ യാതൊരു വ്യത്യാസം വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.